ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് മലയാളം വേർഡ്സ് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അതെങ്ങനെയാണ് അതിന് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്കോ. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഇത് വല്ലാത്ത ചതിയായിപ്പോയി, നിനക്ക് പോകാൻ സമയമായോ, അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ, പിന്നെ നിനക്ക് ജോലിയുണ്ടോ, അങ്ങനെ പല ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വേർഡ്സ് നോക്കാം. അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ എന്ന് മലയാളം വാക്ക്, നമ്മൾ സാധാരണ പറയാറുള്ള മലയാളം വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം നോക്കാം. അപ്പോൾ അയ്യോ എന്ന വാക്ക് നമ്മൾ അധികം ഹോ നോ എന്ന് നമ്മൾ ഹോ നോ വാട്ട് ഹാപ്പൻ, ഓ നോ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോ നോ എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ, ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു, അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ, ഹോ നോ ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു. അപ്പോൾ അയ്യോ നിനക്ക് പറ്റിയോ എന്ന വാക്ക് മലയാളത്തിലൂടെ മാറ്റുമ്പോൾ ഹോ നോ ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു എന്നാണ് പറയേണ്ടത്. ഹോ നോ ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഹോ നോ ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു എന്നൊരു എക്സ്പ്രഷനോടെ നമ്മൾ പറയണം. അപ്പോൾ അയ്യോ നിനക്ക് പറ്റിയോ എന്ന വാക്ക് ഹോ നോ ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു. വല്ലതും പറ്റിയോ, സംതിങ്, വല്ലതും എന്ന് പറഞ്ഞാൽ സംതിങ് ആണ്. അപ്പോൾ ഹാപ്പൻ പറ്റിയോ, ഹാപ്പൻ ടു യു നിനക്ക്. അപ്പോൾ ടു യു എന്നത് നിനക്ക്. അപ്പോൾ അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ, ഹോ നോ സംതിങ് ഹാപ്പൻ ടു യു, ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വാക്ക് നോക്കാം. അപ്പോൾ ഈ വാക്ക് നോക്കാം, നിനക്ക് പോകാൻ സമയമായോ. ഇതെങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റേണ്ടത്? നിനക്ക് പോകാൻ സമയമായോ. അപ്പോൾ ഈസ് ഇറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യണം. ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു ഗോ. അപ്പോൾ നിനക്ക് പോകാൻ സമയമായോ എന്ന വാക്ക് ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു ഗോ, ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു കം ബാക്ക് എന്ന വാക്ക് നമ്മളിപ്പോൾ നിനക്ക് തിരിച്ചു വരാൻ സമയമായോ, ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു കം ബാക്ക്, ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു ഗോ, അങ്ങനെയാണ് പറയേണ്ടത്. ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു ഗോ, ഈസ് ഇറ്റ് ദ പ്ലേസ് ഫോർ യു ടു വിസിറ്റ്. നിനക്ക് കാണാൻ പറ്റുന്ന പ്ലേസ് ആണോ ഇത്? ഈസ് ഇറ്റ് ദ പ്ലേസ് ഫോർ യു ടു വിസിറ്റ്. ഈ പ്ലേസ് നിനക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണോ? അതുപോലെ ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു ഗോ, എന്നാണ് ഈ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വചനം. അപ്പോൾ നിനക്ക് പോകാൻ സമയമായോ, ഈസ് ഇറ്റ് ടൈം ഫോർ യു ടു ഗോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇത് വല്ലാത്ത ചതിയായിപ്പോയി എന്ന് പറയാറില്ലേ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റും? നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ സാധാരണ പറയുന്ന വാക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന, എല്ലാവരും ചില സമയത്തെല്ലാം യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് നമ്മൾ പറയുന്ന മലയാളം വാക്കുകൾ, അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളെല്ലാം വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞ് ശീലിക്കുക. ബൈ ഹാർട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മനസ്സിൽ നിന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഇംഗ്ലീഷിലോട്ട് പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ ഈ ഒരു വാക്ക് ഇത് വല്ലാത്ത ചതിയായിപ്പോയി എങ്ങനെ പറയാം? ഇത് വല്ലാത്ത ചതിയായിപ്പോയി. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇവിടെ ചതി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബിട്രയൽ എന്നാണ് പറയേണ്ടത്. ബിട്രയൽ. അപ്പോൾ ഇത് വല്ലാത്ത ചതിയായിപ്പോയി. അപ്പോൾ ഇത് ദിസ് ടേൺസ് ഔട്ട് ടു ബി എ ബിഗ് ബിട്രയൽ. വല്ലാത്ത ചതിയായിപ്പോയി. അപ്പോൾ ഇത് വല്ലാത്ത ചതിയായിപ്പോയി ബിഗ് ബിട്രയൽ. വല്ലാത്ത ചതി എന്ന് പറഞ്ഞാൽ ബിഗ് ബിട്രയൽ എന്ന വാക്ക് യൂസ് ചെയ്യണം. ആയിപ്പോയി. ദിസ് ടേൺഡ് ഔട്ട് ടു ബി എ ബിഗ് ബിട്രയൽ. അപ്പോൾ ഇത് വല്ലാത്ത ചതിയായിപ്പോയി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദിസ് ടേൺഡ് ഔട്ട് ടു ബി എ ബിഗ് ബിട്രയൽ എന്ന വാക്കാണ് ഈ പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വാക്ക് നോക്കാം. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, ആ ഒരു വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയേണ്ടത്? നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ഈസിയാണത്. ഇത് ഓൾറെഡി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് എന്തിൻ്റെ കേടായിരുന്നു, ഓൾറെഡി എന്തോ സംഭവിച്ചു, അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ. അപ്പോൾ അത് വാസ് എന്ന വാക്ക് വരും. കാരണം വാസ് ഓൾറെഡി കഴിഞ്ഞ നടന്ന സംഭവത്തെയാണ് വാസ് എന്ന് വെച്ച് പറയുന്നത്. അപ്പോൾ വാട്ട് വാസ് റോങ് വിത്ത് യു. നിനക്ക് എന്തിൻ്റെ കേട്, എന്ത് പറയുമ്പോൾ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു. വാട്ട് വാസ് റോങ്, കേടെന്ന് പറയുന്നത് റോങ്. വാട്ട് വാസ് റോങ് വിത്ത് യു, നിനക്ക് എന്ന് പറയുന്നത് വിത്ത് യു. വാട്ട് വാസ് റോങ് വിത്ത് യു, നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു. വാട്ട് വാസ് റോങ് വിത്ത് യു മാൻ എന്ന് പറയില്ലേ. നമ്മൾ കൂട്ടുകാരോട് പറയുമ്പോൾ വാട്ട് വാസ് റോങ് വിത്ത് യു മാൻ, വാട്ട് ഹാപ്പൻ ടു യു, എന്ത് പറ്റി, നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, വാട്ട് വാസ് റോങ് വിത്ത് യു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, വാട്ട് വാസ് റോങ് വിത്ത് യു. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇതൊരു നല്ലൊരു വാക്കാണ്, നമ്മൾ സാധാരണ പറയാറുള്ള വാക്കുകളാണ്. നീ ഒത്തിരി മാറിപ്പോയി, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത് എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ വാക്ക് നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീ ഒത്തിരി മാറിപ്പോയി. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നീ ഒത്തിരി മാറിപ്പോയി. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. മാറിപ്പോയി, ഓൾറെഡി പോയി, അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ചേഞ്ച്ഡ് എന്ന വരും. ചേഞ്ച് മാത്രമല്ല ചേഞ്ച്ഡ് എന്ന് പറയണം. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ഐ ഡിഡ്ന്റ് തിങ്ക് യു വർ ലൈക്ക് ദിസ്.
ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതുന്നത്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വേർ ലൈക്ക് ദിസ്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വേർ ലൈക്ക് ദിസ്. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വേർ ലൈക്ക് ദിസ്. യു ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വേർ ലൈക്ക് ദിസ്. സോ നീ ഒത്തിരി മാറിപ്പോയി, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വേർ ലൈക്ക് ദിസ്. അപ്പോൾ നീ ഒത്തിരി മാറിപ്പോയി, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയെന്ന് പറയുന്നത് യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വേർ ലൈക്ക് ദിസ്. പിന്നെ ഇതിന് വേറെയും വാക്ക് യൂസ് ചെയ്യാം. യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു വേർ. അത് സ്ട്രോങ് ഇമോഷണലായിട്ട് നമ്മൾ പറയുമ്പോൾ, ഞാൻ ഒരു വിഷമത്തോടെ പറയാണ്, ഞാൻ ഒരിക്കലും നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്, നീ ഒത്തിരി മാറിപ്പോയി. അങ്ങനെയൊക്കെ ഒരു സ്ട്രോങ് ഇമോഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് ആ സെൻറ്റൻസ് അനുസരിച്ച് മാറും. യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. നീ ഞാൻ വിചാരിച്ച ഒരാളെ അല്ല, നീ ഒത്തിരി മാറിപ്പോയി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഒറ്റ വാക്കിൽ പറയുമ്പോൾ യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സന്ദർഭത്തിന് അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്, അത് നമുക്ക് ആ വാക്ക് പറഞ്ഞേ തീരൂ എന്നുണ്ടെങ്കിൽ, നീ ഒത്തിരി മാറിപ്പോയി എന്ന് പറഞ്ഞേ തീരുമെങ്കിൽ ഈ ആദ്യത്തെ വാക്ക് യൂസ് ചെയ്യാം. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡ്ന്റ് തിങ്ക് യു ആർ ലൈക്ക് ദിസ്. അല്ലെങ്കിൽ യു ആർ ദ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. ഞാൻ വിചാരിച്ച ആളല്ല നീ എന്ന് പറയില്ലേ, ഞാൻ വിചാരിച്ച ആളെ അല്ല നീ. യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇന്ന് പണിക്ക് പോയില്ലേ എന്ന ഈ ഒരു വാക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റും? ഇത് നമ്മൾ സാധാരണ പറയാറുള്ള വാക്കാണ്, എല്ലാവരും ചോദിക്കാറുള്ള വാക്കാണ്. ഇന്ന് നീ പണിക്ക് പോയില്ലേ, ഇന്ന് പണിക്ക് പോയില്ലേ, ഇന്ന് പണി ഉണ്ടായിരുന്നില്ലേ. അതുപോലെ ഇന്ന് പണിക്ക് പോയില്ലേ എന്ന വാക്ക് അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റാം? അപ്പോൾ യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. സോ ഇന്ന് നീ പണിക്ക് പോയില്ലേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. സോ യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. ഇന്ന് നീ പണിക്ക് പോയില്ലേ, അല്ലെങ്കിൽ ഇന്ന് പണിക്ക് പോയില്ലേ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരാളെ തന്നെയാണ്, നീ എന്ന ആളെ തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ വരുമ്പോൾ യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക്, യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. അപ്പോൾ എന്നാണ് പറയേണ്ടത്. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. ഇന്ന് നീ പണിക്ക് പോയില്ലേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. സോ വർക്ക് എന്നാണ് പറയുന്നത്. വർക്ക് എന്ന് പറയുന്നത് തനി ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റായി പറയുമ്പോൾ വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. വാക്കല്ല, വർക്ക് ടുഡേ. അപ്പോൾ ഇന്ന് നീ പണിക്ക് പോയില്ലേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. അപ്പോൾ ഇന്ന് നീ പണിക്ക് പോയിരുന്ന വാക്ക് യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് നമ്മൾ പറയാറില്ലേ. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറയാറില്ലേ. അപ്പോൾ ഈ ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക് എന്നത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം നോക്കാം. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. നമ്മൾ ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക്. യു ഷുഡ്, നീ തീർച്ചയായും ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ് എന്നാണ് പറയാറ്. പിന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് സ്പോക്കണായിട്ട് പറയുമ്പോൾ, നമ്മൾ സാധാരണ സംസാര രീതിയിൽ പറയുമ്പോൾ അത് വേറെ ഒരു വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. അതായത് നീ പോയി ഒന്ന് കണ്ടു നോക്ക്. ഇതാദ്യം നീ ഒന്ന് പോയി കണ്ടു നോക്ക്. ആദ്യം പോയി ഒന്ന് കണ്ടു നോക്ക്. പോയിട്ടൊന്ന് കണ്ടു നോക്ക് എന്ന് പറയാറില്ലേ. അപ്പോൾ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ചെക്ക് ഇറ്റ് ഔട്ട് ഫസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫസ്റ്റ് അല്ലെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫസ്റ്റ് അങ്ങനെയും പറയാം. അപ്പോൾ ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്കുക എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. പിന്നെ ഗോ അല്ലെങ്കിൽ വേറെ വാക്ക് ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. അപ്പോൾ ഇത് സ്പോക്കണോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ടോണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാം. അത് എഴുത്ത് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ അതും സംസാര രീതിയിലേക്ക് യൂസ് ചെയ്യാം. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ് എന്ന് പറയാം. നല്ല ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ അത് ഫോർമലായിട്ട് നമ്മൾ സാധാരണ കൂട്ടുകാരോടൊക്കെ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. പക്ഷേ ഒരു ഒഫീഷ്യൽ വാക്കിന് നമ്മൾ വേണ്ടി ഓഫീസ് സാറോടൊക്കെ പറയുമ്പോൾ യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ് എന്ന ഒരു എംപ്ലോയിയോടോ അല്ലെങ്കിൽ നമ്മൾ താഴെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഒരു ഡ്യൂട്ടി കാര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോഴൊക്കെ യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ് എന്ന് പറയണം. അത് നമ്മൾ സാധാരണ രീതി പറയുകയാണെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ്. നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയുന്നത് ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ് എന്ന് പറയണം. അപ്പോൾ ഈ രണ്ട് വാക്ക് നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം. അപ്പോൾ ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്കുക പറയുമ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ അധികം ഇങ്ങനത്തെ വാക്ക് യൂസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ വാക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് ഇത് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ വേർഡ്സും ഇംഗ്ലീഷായിട്ട് തന്നെ പറഞ്ഞ് നമുക്ക് മലയാളം വേർഡ്സിൽ നിന്ന് മലയാളം വേർഡ്സ് യൂസ് ചെയ്ത് തന്നെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ യൂസ് ചെയ്ത് പഠിക്കും. ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ നിന്ന് ഇംഗ്ലീഷ് എന്ന് വന്നോളും. അപ്പോൾ കുറച്ച് വേർഡ്സ് ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മൾ മൈഹാർട്ടാക്കി വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഇംഗ്ലീഷ് ഇങ്ങനത്തെ മലയാളം വേർഡ്സ് ഉണ്ടോ അതിനെല്ലാം അങ്ങനത്തെ കാര്യത്തിനെല്ലാം ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുക. ഇങ്ങനെ സാധാരണ പറയുന്ന നോർമലായി പറയുന്ന വാക്കുകൾക്കെല്ലാം. പിന്നെയുള്ളത് കുറച്ച് ടഫുള്ള വേർഡ് കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞ ശേഷം മറ്റ് വേർഡ്സിലേക്ക് പോവുക. ആദ്യം ഇങ്ങനത്തെ ഒരു ബേസിക്കായ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇനി ഇതുപോലെ അടുത്തൊരു വാക്ക് നോക്കാം. നിനക്കിതിൻ്റെ വല്ല ധാരണയുണ്ടോ?
നമ്മൾ പറയാറില്ലേ നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ? ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ? നമുക്കിത് ഇംഗ്ലീഷോട്ട് മാറ്റി നോക്കാം. ധാരണ എന്ന് പറയുന്നത് ഐഡിയ. നമ്മൾ ധാരണ എന്ന് പറയുന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഐഡിയ. നിനക്ക് ഇതിൻ്റെ വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതാണ് നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ. അപ്പോൾ ഇത് ധാരണയുടെ പറയുന്നത് നമ്മൾ ഐഡിയ എന്ന് ചോദിക്കുക. ഐഡിയ എന്ന വാക്കാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ? ഡു യു ഹാവ് നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ദീസ്? നിനക്ക് വല്ല ഇതിൻ്റെ വല്ല ഐഡിയ ഉണ്ടോ? നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ? നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ദീസ്? അപ്പോൾ നിനക്ക് ഇതിൻ്റെ വല്ല ധാരണയുണ്ടെന്ന് പറയുമ്പോൾ ഡു യു ഹാവ് എനി ഐഡിയ എബൌട്ട് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ എബൌട്ട് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ദീസ്? ഓർ പറയാം ഡു യു ഹാവ് എനി ഐഡിയ എബൌട്ട് ദീസ്? ഇതിൻ്റെ എന്ന് പറയുമ്പോൾ എബൌട്ട് കൂടുതൽ മാച്ച് ആവുന്നത് എബൌട്ട് എന്ന വാക്കാണ്. ഡു യു ഹാവ് എനി ഐഡിയ എബൌട്ട് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദീസ്? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദീസ്? ഇതിനെപ്പറ്റി വല്ല കാര്യം പറയാൻ പറ്റുമോ? ഇതിന് വല്ല ഐഡിയ ഉണ്ടോ അതിനെപ്പറ്റി? ഇതിന് അങ്ങനെ പറയാറില്ലേ ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദീസ് എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വേർഡ്സ് ഇനിയും നല്ല നല്ല അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ മറക്കാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനിയും നല്ല നല്ല വേർഡ്സിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ സ്വന്തമായിട്ട് വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തന്നെ സാധിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടിന്യൂ പഠിക്കുകയാണെങ്കിൽ യൂട്യൂബ് നോക്കി ഇതുപോലെ എൻ്റെ വീഡിയോ നോക്കി നിങ്ങൾ കണ്ടിന്യൂ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസിയോടെ സംസാരിക്കുവാൻ ഫ്യൂച്ചറിൽ സാധിക്കുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.